വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു അയ്യങ്കാളിയെക്കുറിച്ച്. ഇന്ന് അയ്യങ്കാളി ദിനമാണ്. ചരിത്രത്തിൻ്റെ വില്ലുവണ്ടിയിൽ വന്ന മഹാത്മാവായ അയ്യങ്കാളിയെക്കുറിച്ച്, നവോത്ഥാന നായകന്മാരിൽ ഒരാളായ അയ്യങ്കാളിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് അയ്യങ്കാളിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വില്ലുവണ്ടിയിൽ വന്ന ചരിത്രനായകനായ അയ്യങ്കാളിയെക്കുറിച്ച്. വില്ലുവണ്ടിയിൽ വന്ന അയ്യങ്കാളിയെക്കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യണം തീരുമാനിക്കുന്നത് അയ്യങ്കാളി എന്ന നവോത്ഥാന മനുഷ്യനെ പറ്റി നമ്മൾ പലരും അറിഞ്ഞു കാണും. അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്വലമായ ജീവിതത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. അതെ, അയ്യങ്കാളിയെക്കുറിച്ച്. അയ്യങ്കാളി ജാതിക്കോമരങ്ങളെ വില്ലുവണ്ടിയിലെത്തി വിറപ്പിച്ച നവോത്ഥാന നായകനാണ്. ചരിത്രത്തിൻ്റെ വില്ലുവണ്ടിയിൽ വന്ന അയ്യങ്കാളി അജയനായ അയ്യങ്കാളി എന്നാണ് അറിയപ്പെടുന്നത്. അയ്യങ്കാളി ജാതിക്കോമരങ്ങളെ വില്ലുവണ്ടിയിലെത്തി വിറപ്പിച്ച ചില ധീരസാഹസിക കഥകൾ കൂടെ ഈ വീഡിയോയിലുണ്ട്. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ ഗ്രാമത്തിൽ പെരുങ്കാട്ടുവിള വീട്ടിൽ അയ്യന്റെയും മാലയുടെയും മകനായാണ് അയ്യങ്കാളി ജനിച്ചത്. മനുഷ്യനെന്ന പരിഗണന പോലും ലഭിക്കാതിരുന്ന ഒരു ജനതയെയാണ് അയ്യങ്കാളി കണ്ടത്. ചുറ്റും നടമാടിയ ഉച്ചനീതത്വത്തിനും സാമൂഹിക ബഹിഷ്കരണത്തിനുമെതിരെ പോരാടാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. 28-ാം വയസ്സിലാണ് ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര അദ്ദേഹം നടത്തിയത്. അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലുമില്ലാതിരുന്ന രാജപാതകളിൽ കൂടി പുതിയ പ്രഭാതത്തിന്റെ മണിയടി ശബ്ദവുമായി അദ്ദേഹത്തിന്റെ വില്ലുവണ്ടി സാമൂഹിക അസമത്വത്തിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് സഞ്ചരിക്കാൻ തുടങ്ങി. വിദ്യാഭ്യാസം നേടാൻ അവകാശമില്ലാതിരുന്ന ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വന്തമായി പള്ളിക്കൂടം തന്നെ സ്ഥാപിച്ചു. പുതുവൽ വിളാകത്ത് സ്ഥാപിച്ച കുടിപ്പള്ളിക്കൂടം ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നടത്തി സ്കൂളാക്കി ഉയർത്തുകയും ചെയ്തു. ഐതിഹാസികമായ കാർഷിക പണിമുടക്ക് സമരം അതിലൊരു നിമിത്തമായി മാറി. 1907 അവശത അനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടി സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. അവർണറെ പ്രവേശിപ്പിക്കാനുള്ള സർക്കാർ ഉത്തരവുമായി ചാവടി നട സ്കൂളിലെത്തിയ അയ്യങ്കാളിയെയും സംഘത്തെയും സ്കൂൾ പ്രവേശനത്തിനെതിരെ എതിർത്തവരെ ശക്തമായി നേരിട്ടു. എങ്ങനെയും അവർണ കുട്ടികളുടെ സ്കൂൾ പ്രവേശനം സാധ്യമാക്കുമെന്ന തീരുമാനം അയ്യങ്കാളി അന്നാണ് എടുത്തത്. ഈ സംഭവത്തോടെയായിരുന്നു അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടത്. നെടുമങ്ങാടും കഴക്കൂട്ടത്തും ബാലരാമപുരത്തും ഒക്കെ ചന്തകളിൽ കയറാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന അയ്യത്ത ജനവിഭാഗങ്ങൾ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടത്തിയപ്പോൾ എതിർക്കാനായി എത്തിയത് മുസ്ലിം മാടമ്പികളായിരുന്നു. അവിടെയും അയ്യങ്കാളിയുടെ നിശ്ചയദാർഢ്യം തന്നെ വിജയം കണ്ടു. ശ്രീമൂലം പ്രജാസഭയിൽ പുലയ വിഭാഗത്തിന്റെ പ്രതിനിധിയായി സുഭാഷിണി പത്രാധിപർ PK ഗോവിന്ദപിള്ളയെ സർക്കാർ നോമിനേറ്റ് ചെയ്തതോടെ ഒരു ജനതയുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും പ്രജാസഭയിൽ മുഴങ്ങിക്കേട്ടു തുടങ്ങി. PK ഗോവിന്ദപിള്ളയുടെ അഭ്യർത്ഥനയിലൂടെ പ്രജാസഭയിൽ പുലയരിൽ നിന്ന് തന്നെ ഒരു പ്രതിനിധിയെ നിയോഗിക്കാൻ ദിവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 1911 ഡിസംബർ 4 അയ്യങ്കാളിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് പ്രതിനിധിയായി നോമിനേറ്റ് ചെയ്തു. 1912 ഫെബ്രുവരി 7 അയ്യങ്കാളി തന്റെ കന്നിപ്രസംഗം സഭയിൽ നടത്തി. വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ ഊരുട്ടമ്പലം പ്രക്ഷോഭം കേരള നവോത്ഥാന ചരിത്രത്തിലെ ജ്വലിക്കുന്ന ഒരു അധ്യായമാണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലും മുഹമ്മയിലും പാറായിത്തരകന്റെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തന ശ്രമങ്ങളെ അയ്യങ്കാളി എതിർത്തു. അയ്യങ്കാളിയുടെ സന്തത സഹചാരിയായ വിശാഖം തേവനുമായി പാറായിത്തരകൻ പരസ്യ സംവാദം നടത്തുകയും മതപരിവർത്തനവാദം വിശാഖം തേവന് മുന്നിൽ പൊളിയുകയും ചെയ്തു. അതോടെ മതം മാറാനെത്തിയ അധസ്ഥിത ജനത അതിൽ നിന്നും പിന്തിരിയുകയും ചെയ്തു. 1937 ജനുവരി 14 മഹാത്മാഗാന്ധിയുടെയും അയ്യങ്കാളിയുടെയും കൂടിക്കാഴ്ച നടക്കുന്നത്. വെങ്ങാനൂരിലെത്തിയ ഗാന്ധിയെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് സാധുജന പരിപാലന സമിതി അംഗങ്ങളും മറ്റ് അധസ്ഥിത ജനതയും സന്നിഹിതരായിരുന്നു. സ്വസമുദായത്തിൽ നിന്നും 10 BA-ക്കാരുണ്ടാകാൻ ഗാന്ധിജി സഹായിക്കണമെന്നായിരുന്നു അയ്യങ്കാളിയുടെ അഭ്യർത്ഥന. 10 അല്ല 100 BA-ക്കാർ ഉണ്ടാകുമെന്നായിരുന്നു ഗാന്ധിജിയുടെ മറുപടി. തന്റെ വിദ്യാഭ്യാസ ഫണ്ടിൽ നിന്നും അതിനുള്ള പണം ഗാന്ധിജി അനുവദിക്കുകയും ചെയ്തു. ഗാന്ധിജിയുടെ സ്വാധീനത്താൽ അന്ന് മുതൽ മരണം വരെ അയ്യങ്കാളി ഖദർ ധരിച്ചിരുന്നതായും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. 1941 ജൂൺ 18 77-ാം വയസ്സിൽ മഹാത്മാ അയ്യങ്കാളി അന്തരിച്ചു. നൂറ്റാണ്ടുകളായി അടിമത്തവും അസമത്വവും അനുഭവിച്ച കഴിഞ്ഞ ഒരു ജനസമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തിയ അസമത്വത്തിനെതിരെ പോരാടാൻ അവർക്ക് നേതൃത്വം നൽകിയ അയ്യങ്കാളിയുടെ ജീവിതം കേരളത്തിന്റെ മാത്രമല്ല ഭാരതത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ തിളങ്ങുന്ന അധ്യായമായി ഇന്നും നിലകൊള്ളുന്നു. ചരിത്രത്തിന്റെ വില്ലുവണ്ടിയിൽ വന്ന അയ്യങ്കാളിയെക്കുറിച്ചാണ് ഇനിയുള്ള ചർച്ച. ആരാലും തമസ്കരിക്കാനാവാത്ത വിധം ജ്വലിച്ചുയർന്ന പ്രതിഭാശാലിയായ വിപ്ലവകാരിയായിരുന്നു മഹാനായ അയ്യങ്കാളി. ഇന്ത്യയുടെ പ്രഗത്ഭയായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞതുപോലെ ഭാരതത്തിന്റെ മഹാനായ പുത്രനാണ് അദ്ദേഹം. പ്രകൃതി മനോഹരമായ വെങ്ങാനൂർ ഗ്രാമത്തിൽ 1863 ഓഗസ്റ്റ് 28 അവിട്ടം നക്ഷത്രത്തിൽ അയ്യന്റെയും മാലയുടെയും മകനായി അയാൾ ജനിക്കുന്നു. 14 വയസ്സിനുമേൽ പ്രായമുള്ള സ്ത്രീകൾ മാറുമറയ്ക്കരുതെന്നും അവരിൽ നിന്ന് തലക്കരവും മുലക്കരവും ഈടാക്കണമെന്നുള്ള ശാസനകൾ കൊടികുത്തി വാഴുന്ന കാലമായിരുന്നു അത്. നിസ്വരവും നിരാലംബരവുമായ മണ്ണിന്റെ മക്കൾക്ക് അന്ന് മരിച്ചാൽ സംസ്കരിക്കാൻ സ്വന്തമായി മണ്ണ് പോലുമില്ലായിരുന്നു. അന്ന് അധസ്ഥിത സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമുണ്ടായിരുന്നില്ലെന്ന് നോക്കുക. സവർണർക്ക് മുമ്പിൽ മാറിലെ വസ്ത്രമെടുത്തു മാറ്റി വിനയം കാണിക്കാൻ അവർ ബാധ്യസ്ഥരായിരുന്നു.
കത്തുന്ന കൺമുനകളിൽ നിന്ന് രക്ഷ നേടാൻ കൈകൾ കൊണ്ട് മാറിടം മറച്ചു നിന്ന കുറ്റത്തിന് പല സഹോദരിമാരുടെയും മുലയർത്തെറിഞ്ഞ് വരേണ്യവർഗം ജാതിശാസനകൾ നിലനിർത്തി. ഇത്തരമൊരു സാമൂഹിക വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അയ്യങ്കാളി ഉയർന്നു വന്നത്. നാട്ടിൽ പ്രഭുക്കൾക്ക് മാത്രം വില്ലുവണ്ടി ഉണ്ടായിരുന്ന കാലത്ത് വില്ലുവണ്ടി വിലയ്ക്ക് വാങ്ങി തങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട പൊതുനിരത്തിലൂടെ വെള്ളബനിയനും തലയിൽ വട്ടക്കെട്ടും കെട്ടി വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് നൂറ്റാണ്ടുകളായി നിലനിന്ന ബ്രാഹ്മണ ശാസനകളെ വെല്ലുവിളിച്ച് വില്ലുവണ്ടിയിലെ കാളകളുടെ കഴുത്തിൽ നിന്നുയർന്ന മണിമുഴക്കം ജാതി വ്യവസ്ഥയുടെ കോട്ടക്കൊത്തളങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ചു. ഇതായിരുന്നു അയ്യങ്കാളി. എന്തും നേരിടാനുള്ള കരളുറപ്പോടെയാണ് 1889 തന്റെ അനുയായികളുമായി ഒത്ത് അയ്യങ്കാളി ആറാലമൂട് ചന്തയിലൂടെ നടത്തിയ കാലിയാത്ര. ബാലരാമപുരം ചാലിയത്തെരുവിൽ വെച്ച് ജാഥയ്ക്കു നേരെ നടത്തിയ ആക്രമണത്തെ വീറോടെ പൊരുത്തോൽപ്പിച്ച് അയ്യങ്കാളി മുന്നേറി. അയ്യത്തത്തിനെതിരായി ആത്മീയ രംഗത്ത് പ്രവർത്തിച്ച ഉൽപ്പതിഷ്ടുക്കളുടെ സേവനവും അയ്യങ്കാളി പ്രയോജനപ്പെടുത്തി. ജാതി ചിന്തയ്ക്കെതിരെ ആത്മീയ ശക്തി ഉപയോഗിച്ച് പൊരുതിയ ശ്രീനാരായണ ഗുരുവായും സദാനന്ദ സ്വാമികളായും തൈക്കാട് അയ്യാവു സ്വാമികളുമായും അദ്ദേഹം നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. നൂറ്റാണ്ടുകളായി അന്ന് അനുഭവിച്ചുകൊണ്ടിരുന്ന സാമൂഹ്യ തിന്മകളോട് പ്രതികരിക്കാൻ അദ്ദേഹം അനുയായികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. അധസ്ഥിത വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അയ്യങ്കാളി നടത്തിയ പ്രക്ഷോഭ ഫലമായാണ് സർക്കാർ സ്കൂളുകളിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം അനുവദിച്ചുകൊണ്ട് സർക്കാർ വിളംബരമുണ്ടായത്. ജാതിയുടെ പേരിൽ വിദ്യ നിഷേധിച്ചവർക്കെതിരെ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് അയ്യങ്കാളി പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ ഞങ്ങൾ പണിക്കിറങ്ങില്ല. നെല്ലിനു പകരം അവിടെ പുല്ലും കളയും വളരും. ആരും പണിക്കിറങ്ങില്ല, ഒരാളും പണിക്കിറങ്ങിയതുമില്ല. ഒട്ടിയ വയറും ഉജ്ജ്വല സ്വപ്നങ്ങളുമായി ഒരു വർഷം നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ അയ്യങ്കാളി ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയിലൂടെ വിദ്യാഭ്യാസ വിളംബരം സാർത്ഥകമായി. 1911 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നിയമസഭാ സാമാജികനായി അയ്യങ്കാളിയെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് സർക്കാർ ഉത്തരവുണ്ടായി. തുടർന്ന് 25 വർഷം അദ്ദേഹം നിയമസഭാ സാമാജികനായിരുന്നു. അധസ്ഥിതരുടെ ഇടയിൽ പരിഷ്കരണ പ്രവർത്തനത്തിനും അദ്ദേഹം സമയം കണ്ടെത്തുകയും ചെയ്തു. ആദിഗോത്ര ജനതയിൽപ്പെട്ട സ്ത്രീകൾ മാറുമറയ്ക്കരുതെന്നും അടിമത്തത്തിന്റെ അടിമകളായി കഴുത്തിൽ കല്ലുമാലയും കാതിൽ ഇരുമ്പുവളയങ്ങളും ധരിക്കണമെന്നുള്ള ജാതിശാസനങ്ങളെ ധിക്കരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐത്താചരണക്കാർ ഒരു ധിക്കാരമായി അതിനെ കരുതി. പ്രത്യേകിച്ച് കൊല്ലം പെരുന്നാട്ടിൽ പാവപ്പെട്ടവൻ വേട്ടയാടപ്പെട്ടു, പാവപ്പെട്ടവരും വേട്ടയാടപ്പെട്ടു. സഹോദരിമാർ ധരിച്ചിരുന്ന റൗക്കകൾ വലിച്ചു കീറി, പലരുടെയും മുലകൾ അറുത്തുകളഞ്ഞു. പിതാവിന്റെയും സഹോദരന്റെയും മുന്നിലിട്ട് ഭീകരമായി മർദ്ദിച്ചു. മർദ്ദിതന്റെ മനോവീര്യം ഉണർന്നെഴുന്നേറ്റു. പ്രതിരോധിക്കാനും പ്രത്യാക്രമിക്കാനും അവനും തയ്യാറായി. രക്തരൂക്ഷിത കലാപവുമായി അത് മാറി. കലാപത്തെ തുടർന്ന് നാടും വീടും വിട്ടവർ കൊല്ലം പീരങ്കി മൈതാനത്ത് എത്തിച്ചേരാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്യുന്നു. നോട്ടീസോ മൈക്ക് അനൗൺസ്മെന്റോ ഇല്ലാതെ കാതോട് കാതോരം കെട്ടറിഞ്ഞ് 10,000-കണക്കിന് ആളുകൾ കുലംകുത്തി പതഞ്ഞൊഴുകുന്ന കാട്ടരുവി പോലെ മൈതാനത്ത് എത്തിച്ചേർന്നു. മൈതാനം മനുഷ്യ മഹാസമുദ്രമായി മാറി. നാനാജാതി മതസ്ഥരുടെ സംഗമവേദിയായ ഇവിടെ വെച്ച് ഈ മുഹൂർത്തത്തിൽ കല്ലുമാല അറുത്തുകളയണമെന്നും അതിന് സവർണർ സഹകരിക്കണമെന്നും അയ്യങ്കാളി ആവശ്യപ്പെട്ടു. യോഗാധ്യക്ഷൻ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള എഴുന്നേറ്റ് മിസ്റ്റർ അയ്യങ്കാളി ആവശ്യപ്പെട്ടതുപോലെ ഈ സദസ്സിൽ വെച്ച് നമ്മുടെ സഹോദരിമാർ കല്ലുമാല അറുത്തുകളയുന്നതിന് ഈ യോഗത്തിലുള്ളവർക്കെല്ലാം പൂർണ്ണ സമ്മതമാണ് എന്നും പറയുകയുണ്ടായി. സദസ്സിൽ നീണ്ട കരഘോഷമുണ്ടായി. അടിമത്തത്തിന്റെ അടയാളം അറുത്തെറിയുവിൻ. അയ്യങ്കാളിയുടെ വാക്കുകൾ കേൾക്കേണ്ട താമസം പിന്നിൽ തിരികെയറുന്ന കൊത്തരിവാളെടുത്ത് സഹോദരിമാർ അവരുടെ കഴുത്തിൽ അണഞ്ഞിരുന്ന കല്ലുമലകൾ അറുത്തെടുത്ത് സ്റ്റേജിലിട്ടു. 4 അടി ഉയരത്തിൽ കല്ലുമാല കുമ്പാരം ദൃഷ്ടിഗോചരമായി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും തെറിപ്പിച്ച മഹാത്മാഗാന്ധി വെങ്ങാനൂരിലെത്തി ശ്രീ അയ്യങ്കാളിയെ കാണുന്നത് 1937 ജനുവരിയിലാണ്. മിസ്റ്റർ അയ്യങ്കാളി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യണം എന്ന ഗാന്ധിജിയുടെ ചോദ്യത്തിന് അയ്യങ്കാളി പറഞ്ഞ മറുപടിയായിരുന്നു, എന്റെ വർഗത്തിൽ നിന്ന് 10 BA-ക്കാരെ കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാൻ. ഇത്രയും ആത്മാർത്ഥതയുള്ള മനുഷ്യനുണ്ടോ എന്ന് ഗാന്ധിജി അതിശയിക്കുകയായിരുന്നു. അതാണ് അധസ്ഥിതരുടെ ആത്മാവായ അയ്യങ്കാളി. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനിടെ അദ്ദേഹം 1941 ജൂൺ 18 താൻ സ്ഥാപിച്ച സരസ്വതി മന്ദിരത്തിൽ വെച്ച് ദിവംഗതനായി. പുലയനായി ജനിച്ചതിന്റെ പേരിൽ അക്ഷരജ്ഞാനം നിഷേധിച്ചുവെങ്കിലും ചെറുപ്രായത്തിൽ തന്നെ ജാതീയമായ അവഗണനയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ച് തൻ്റേതുൾപ്പെടെയുള്ള അധകൃത സമൂഹത്തോട് മേൽജാതിക്കാർ പുലർത്തിയിരുന്ന പീഡനമുറകൾക്കെതിരെ അയ്യങ്കാളി നിരന്തരം ശബ്ദമുയർത്തി. അന്നത്തെ കാലത്ത് ജന്മിയുടെ കൃഷിസ്ഥലമാണ് എല്ലാ അവർണരും ജോലി ചെയ്തിരുന്നത്. ജോലിക്ക് കൂലി എന്നൊരു സമ്പ്രദായം തന്നെ അന്നില്ലായിരുന്നു. പകലന്തിയോളം പണിയെടുത്താലും ലഭിക്കുന്നത് ജന്മി നൽകുന്ന നാടിയരിയോ തേച്ചു കുളിക്കാനുള്ള ഒരിത്തിരി എണ്ണയോ ആയിരിക്കും. ഐത്യജാതിക്കാർക്കായി കൽപ്പിച്ചിരുന്ന അവർക്ക് പൊതുവഴി, പൊതുക്കിണർ, ആരാധനാലയങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങൾ എന്നിവയിലൊന്നും പ്രവേശനം അനുവദിച്ചിരുന്നില്ല. അന്നത്തെ പ്രധാന വാഹനമായ വില്ലുവണ്ടിയിൽ സഞ്ചരിക്കാനോ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് മാറുമറയ്ക്കാനോ അനുവാദം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ ശക്തമായി അയ്യങ്കാളി നിരന്തരം ശബ്ദമുയർത്തി. 1983 വെങ്ങാനൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് തൊട്ട് താൻ വിലക്ക് വാങ്ങിയ വില്ലുവണ്ടിയിൽ കൊഴുത 2 വെള്ളക്കാളയെ ബന്ധിച്ചും അവയുടെ കഴുത്തിലും കൊമ്പിലും മണികൾ കെട്ടി ഉയർന്ന തരം
മൽമൽ മുണ്ട് നീട്ടിയെടുത്തുകൊണ്ട് മേൽമുണ്ടും തലപ്പാവും ധരിച്ച് രാജകീയ പ്രൗഢിയോടെ ചാലിയത്തെരുവ് വഴി ആറാലമ്മൂട് ചന്തയിലേക്ക് അയ്യങ്കാളി നടത്തിയ ജൈത്രയാത്രയാണ് നാം നേരത്തെ വിശദീകരിച്ചത്. വിമോചനത്തിനുള്ള സമരകാഹളമായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ യാത്രയും. സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരുപറ്റം ആളുകൾക്ക് വഴി നടക്കാനും അക്ഷരവിദ്യാഭ്യാസം അഭ്യസിക്കാനുള്ള അനുവാദത്തിനു വേണ്ടി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ കേരളത്തിലെ സാമൂഹിക സാമുദായിക നവോത്ഥാനത്തിന് അടിത്തറ പാകി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അധസ്ഥിത വർഗത്തിന് നിഷിദ്ധമായിരുന്ന വിദ്യാഭ്യാസത്തിന്റെ പാതകൾ തുറന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സാധുജന പരിപാലന സംഘം എന്ന സംഘടന അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ 1907 സ്ഥാപിതമായത് മുതൽ ഇന്നുവരെ ഇതിന്റെ അലയൊലികൾ തീർന്നിട്ടില്ല. വിദ്യാവിഹീനമായിരുന്ന അയ്യങ്കാളി വളരെ പണിപ്പെട്ടാണ് തൻ്റെ പേര് മലയാളത്തിൽ എഴുതാൻ പഠിച്ചത്. ഈ ദുരവസ്ഥ തൻ്റെ സമൂഹത്തിനുണ്ടാകരുതെന്ന ചിന്തയിൽ വെങ്ങാനൂരിൽ ഒരു കുടിപ്പള്ളിക്കൂടം തുറക്കുകയും പിന്നീട് അത് വിദ്യാലയമാക്കുകയും ചെയ്തു. എന്നാൽ സവർണവർഗത്തിന്റെ എതിർപ്പ് മൂലം പിന്നീട് അത് തുടരാൻ കഴിഞ്ഞില്ല. പൊതുവിദ്യാലയങ്ങളിൽ ഹരിജന വിദ്യാർത്ഥികൾക്ക് പ്രവേശനം വേണമെന്ന് വാദിച്ച മഹാത്മാവായിരുന്നു അയ്യങ്കാളി. അയ്യങ്കാളിയുടെയും കൂട്ടരുടെയും നിരന്തരമായ അപേക്ഷ മാനിച്ചുകൊണ്ട് 1914 ഹരിജന ശിശുക്കൾക്ക് വിദ്യാലയ പ്രവേശനം അനുവദിച്ചുകൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് ഉത്തരവിറക്കി. കടുത്ത എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് അയ്യങ്കാളി ഒരു പുലയക്കുട്ടിയെ സ്കൂളിൽ ചേർത്തു. എക്കാലത്തെയും വലിയ വാർത്തകളിലൊന്നായിരുന്നു അത്. 1911 ഡിസംബർ 5 അയ്യങ്കാളിയെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി നാമനിർദ്ദേശം ചെയ്തതിനു ശേഷം 1912 ഫെബ്രുവരി 26 VJT ഹാളിൽ നടന്ന പ്രജാസഭയുടെ 8ാമത് യോഗത്തിൽ അയ്യങ്കാളി പങ്കുകൊള്ളുകയും വെള്ളക്കുതിരകളെ പൂട്ടിയ വില്ലുവണ്ടിയിൽ വന്നിറങ്ങിയ അദ്ദേഹം ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമാവുകയും ചെയ്തു. 6 അടിക്ക് മേലുയരവും കസവ് തുന്നിയ തലപ്പാവും കറുത്ത കോട്ടും കുങ്കുമപ്പൊട്ടും മൽമൽ മുണ്ടും മേൽവേഷ്ടിയും ചെരുപ്പും ധരിച്ച് അദ്ദേഹം പ്രജാമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇദ്ദേഹമല്ലേ ദിവാൻ എന്ന സന്ദർശകർ അത്ഭുതപ്പെട്ടതായി മഹാനായ മന്നത്ത് പത്മനാഭൻ തന്റെ ഭൂതകാല സ്മരണകൾ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 25 വർഷം തുടർച്ചയായി അദ്ദേഹം പ്രജാസഭാംഗമായിരുന്നു. അക്കാലം അത്രയും ഹരിജനങ്ങളുടെ അവശതകൾ പരിഹരിച്ചു കിട്ടുവാൻ പരിശ്രമിച്ചു പോന്നു. ഹരിജന സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും ജാതി സൂചകമായ കല്ലുമാല ഉപേക്ഷിക്കാനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നത് നാം ഇവിടെ ചർച്ച ചെയ്തു. അവ ആത്യന്തികമായി വിജയിക്കുകയും ചെയ്തു. 1936 ക്ഷേത്ര പ്രവേശന വിളംബരത്തിലേക്ക് നയിച്ച നിയമനിർമ്മാണ നടപടികൾക്ക് പിന്നിൽ അയ്യങ്കാളിയുടെ സ്വാധീനം വളരെ വലുതു തന്നെയാണ്. 1937 ജനുവരി 14 വെങ്ങാനൂരിൽ നടന്ന ഒരു മഹാസമ്മേളനത്തിൽ മഹാത്മാഗാന്ധി അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും ചെയ്തു. ഗാന്ധിജി അയ്യങ്കാളിയെ പുലയ മഹാരാജാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഗാന്ധിജി അയ്യങ്കാളിയിൽ സ്വജാതിയുടെ സമുദ്ധാരകനെയും സ്ഥിരോത്സാഹിയായ നേതാവിനെയും കണ്ട് അഭിനന്ദിച്ചു. 1941 ജൂൺ 18 അന്തരിക്കുന്നതുവരെയും അയ്യങ്കാളി കർമ്മനിരതനായിരുന്നു എന്ന് ഓർക്കുക. മഹാനായ ആ സാമൂഹിക പരിഷ്കർത്താവിന്റെ സ്മരണ നിലനിർത്തി വെങ്ങാനൂരിൽ അദ്ദേഹത്തിന്റെ ശവകുടീരവും പ്രതിമയും ചരിത്ര സ്മാരകമായി ഇന്നും സംരക്ഷിച്ചു പോകുന്നു. ഇതാണ് മഹാനായ മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ചുള്ള വിവരണം. ഈ വിവരണം നിങ്ങൾക്ക് പൂർണ്ണമായി ഇഷ്ടമായി എന്ന് കാണുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.